6-ാം തീയതി വന്നായിരുന്നു. അന്ന് പുള്ളിയുടെ ദേഹം നനഞ്ഞായിരുന്നു. അതുകൊണ്ടാണ് അദ്ദേഹം അത് പറഞ്ഞത്. നമസ്കാരം ആൻഡ് വെൽക്കം ബാക്ക്. ബിഗ് ബോസ് മലയാളം സീസൺ 7-ൻ്റെ ഒരു ലൈവ് അപ്ഡേറ്റ്. രേണു സുധിയാണ് ടോപ്പിക്ക്. രേണു സുധിയുടെ വീടാണ് ടോപ്പിക്ക്. അഡ്വാൻസ് ആയിട്ടൊരു കാര്യം അങ്ങോട്ട് പറയാം. ബിഗ് ബോസ് മലയാളം സീസൺ 7-ലേക്ക് രേണു സുധി പോയിട്ടുണ്ട്. രേണു സുധി അവിടുത്തെ ഒരു കോണ്ടൻറ്റാണ്. ഡെഫിനറ്റ്ലി അതിനെക്കുറിച്ച് സംസാരിച്ചിരിക്കും. ഇത് പറഞ്ഞിട്ട് രേണുവിൻ്റെ പുറകെ കൂടെയാണ്, അതിനെ ജീവിക്കാൻ സമ്മതിക്കില്ല, അതിന് രേണു സുധിക്ക് ബിഗ് ബോസിൻ്റെ കപ്പ് നേടിക്കൊടുക്കാം എന്ന് നിങ്ങൾ നേർച്ച നേർന്നിട്ടുണ്ടെങ്കിൽ അതിന് നേർച്ച നേർന്ന ആൾക്കാർ ആ നേർച്ചയും വഴിപാടുമായിട്ട് ആ ഒരു പരിപാടിക്ക് പോവാം കേട്ടോ. നമ്മളതിന് കൂട്ടും വേണ്ട, വഴി മുടക്കാനായിട്ട് വരും വേണ്ട. കാരണം ബിഗ് ബോസ് എന്ന് പറഞ്ഞിട്ടുള്ള പരിപാടിയുടെ റിവ്യൂ ചെയ്യാനായിരിക്കുന്നത്. അതിനുള്ള ഒരു കണ്ടസ്റ്റൻ്റാണ് രേണു സുധി. അപ്പോൾ രേണു സുധി അതിൻ്റെ ഉള്ളിൽ കാണിക്കുന്ന കാര്യങ്ങളും രേണു സുധി പുറത്തുനിന്ന് കാണിക്കുന്ന കാര്യങ്ങളും ഉള്ളിലും പുറത്തുള്ളതൊക്കെ നല്ല വെടിപ്പായിട്ട് ചർച്ച ചെയ്യുന്ന ചെയ്യും. അത് കാണാൻ ആൾക്കാരുണ്ട്. രേണു സുധിക്കൊരു കപ്പ് എന്നുള്ളതല്ല ബിഗ് ബോസ്, മനസ്സിലാക്കുക. കമൻറ്റുകൾ ഇത്രയും കാലം നമ്മൾ വീഡിയോ ചെയ്യുന്ന സമയത്ത് രേണു സുധിനെ എതിർത്തിരുന്നു. ഇപ്പോൾ പെട്ടെന്ന് എവിടെ നിന്നാണ് ഇത്രയധികം രേണു സുധിക്ക് സപ്പോർട്ടേഴ്സ് ഉണ്ടായി എന്നുള്ളത് ഏകദേശം അരിയാഹാരം കഴിക്കുന്ന ഏതൊരു മനുഷ്യനും മനസ്സിലാവും. PR വർക്ക് വാങ്ങിയിട്ടുണ്ടെങ്കിൽ അത് ഞണ്ണിയിട്ട് ഇതിൻ്റെ ഇങ്ങോട്ടുള്ള കമൻറ്റ് ബോക്സിലേക്ക് വന്ന് ഒലത്താൻ നിൽക്കണ്ട. കാര്യം കണ്ടത് പറയുകയും ചെയ്യും. സപ്പോർട്ട് ചെയ്യുന്ന സിറ്റുവേഷൻ ഒന്ന് സപ്പോർട്ട് ചെയ്യും. പക്ഷേ അല്ലെങ്കിൽ ഇപ്പോൾ തലവേദന പറഞ്ഞ സാധനം തലവേദനിച്ചൊരു വ്യക്തി ഈ രീതിയിൽ കാറിൽ കിടന്നിട്ടുള്ള കാര്യമാണ് ഇതാണ് എൻ്റെ തോന്നൽ. അതാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത്. യോജിക്കാൻ പറ്റുമെങ്കിൽ യോജിച്ചാൽ മതി. ഞാൻ അത്രേ പറയുള്ളൂ. രേണു സുധിയുടെ സപ്പോർട്ടേഴ്സ് തൽക്കാലം ഈ വഴിക്ക് വരണ്ട, നിങ്ങൾ ഈ വീഡിയോ കാണണ്ട. പറയാൻ കാരണം നിങ്ങൾക്ക് ഇഷ്ടപ്പെടില്ല. പിന്നെ അതിൻ്റെ ഇടയിൽ വന്നിട്ട് അതിനെ ജീവിക്കാൻ സമ്മതിക്കുമോ, അതിന് കപ്പ് കൊടുക്കുമോ? രേണുവിൻ്റെ അടുത്ത് PR ഞാൻ വാങ്ങിയിട്ടില്ല. PR വാങ്ങിയവർ അതിനുള്ള പണി എടുത്താൽ മതി കേട്ടോ. എന്താണ് ഇപ്പോൾ ഈ വീഡിയോ ചെയ്യാനുള്ള റീസൺ വെച്ചാൽ, രേണു സുധിൻ്റെ വീടിൻ്റെ കാര്യമൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ പുറത്ത് ചർച്ചയായിട്ടുള്ള സംഭവമാണ്. നിങ്ങൾക്കും അറിയാം, എനിക്കും അറിയാം. അത് വലിയൊരു വിഷയം തന്നെയാണ്. ഒരു ഗതിയും പരഗതിയും ഇല്ലാത്തൊരു അവസ്ഥയിൽ ഒരു കൂട്ടം നല്ല ജനങ്ങൾ വെച്ചു കൊടുത്തിട്ടുള്ള വീടും കെട്ടിക്കൊടുത്തിട്ടുള്ള മതിലും ബാക്കി ഉണ്ടാക്കി കൊടുത്തിട്ടുള്ള സാഹചര്യങ്ങളും തള്ളിപ്പറഞ്ഞ് അത്രയും പുച്ഛിച്ച് ആട്ടി തുപ്പി കയറിപ്പോയിട്ടുള്ള ആൾക്കാർ അതിൻ്റെ ഉള്ളിൽ ചെല്ലുന്ന സമയത്ത് അതിൻ്റെ ഉള്ളിലത്തെ ആൾക്കാർ സ്വാഭാവികമായിട്ടും മറ്റുള്ള കണ്ടസ്റ്റൻസ് ഈ വിഷയം വളരെ മാന്യമായിട്ടാണ് എനിക്കൊന്ന് ആദില നൂറയാണ് ചോദിച്ചിട്ടുള്ളത്. വളരെ മാന്യമായിട്ട് രേണു സുധി പുറത്ത് നേരിട്ടുകൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങളെ കാടാക്കി രേണുവിടെ ഇറക്കി എന്നെ പല്ലിയായിട്ട് ഉപമിക്കുന്നു. എന്നോ കാലത്ത് ആരോ എന്തോ ഒരു ബോഡി ഷെയിം ചെയ്തൊരു കാര്യത്തിന് വേണ്ടിയിട്ടാണ്, ഒരു കാരിക്കേച്ചറൊക്കെ വരച്ചിട്ടുള്ള പരിപാടി ഉണ്ടല്ലോ, അതിനാണ് ഇപ്പോൾ അവർ കിടന്ന് കാറുന്നത്. അതിൻ്റെ ഉള്ളിൽ ചെന്നിട്ട് എന്നെ ബോഡി ഷെയിം ചെയ്തു, എന്നെ വിക്ടിം കാർഡ് കളിച്ചുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ അവിടെ നോക്കുമ്പോൾ. എന്നെ ബോഡി ഷെയിം ചെയ്തിരുന്നു, പല്ലിയായിട്ടാണ് ഉപമിക്കുന്നത്. എന്നോ ഏതോ കാലത്തോ പറഞ്ഞതാ. അതൊക്കെ കഴിഞ്ഞു. അതിലേറെ വലിയ ഒരു ഇതിനും നിരക്കാത്ത കാര്യങ്ങൾ ചെയ്തിട്ടാണ് രേണു സുധി എന്ന് പറഞ്ഞിട്ടുള്ള വ്യക്തി രേഷ്മ P തങ്കച്ചൻ അതിൻ്റെ ഉള്ളിലേക്ക് പോയിട്ടുള്ളത്. ഇപ്പോൾ അതിനുള്ളിൽ ചെന്നിരുന്നിട്ട് ചോദിക്കുകയാണ്, വീടിൻ്റെ കാര്യം ചോദിക്കുന്ന സമയത്ത് ഞാൻ ആലോചിച്ച് നോക്കിയിട്ട് എങ്ങനെയൊക്കെ ഒരു മനുഷ്യന് പറയാൻ തോന്നുന്നത്. പ്രത്യേകിച്ച് നമ്മൾ സാധാരണ മനുഷ്യന്മാരെ പോലെ കൂടെ അല്ല, അതെല്ലാം മീഡിയ ക്യാപ്ചർ ചെയ്യുന്നുണ്ട്. ഏറ്റവും പുതിയ ലേറ്റസ്റ്റുള്ള വാദം നേരത്തെ അതിൻ്റെ ഓഡിയോ കേട്ടത് ഞാൻ കുറച്ചും കൂടി കേൾപ്പിച്ചു തരാം. എന്താ പറഞ്ഞാൽ അറിയോ, രേണുവിനോട് ചോദിക്കാണ് വീടിൻ്റെ ചോർച്ചയുടെ വിഷയം ചോദിച്ചപ്പോൾ, ഈ മീഡിയേൻ്റെ മുന്നിൽ നിങ്ങൾ എന്തിനാ എല്ലാ കാര്യങ്ങളും വിളിച്ച് പറയുന്നത്, നിങ്ങൾ മീഡിയ ചോദിക്കുന്ന സമയത്ത് എനിക്ക് പറയാൻ താല്പര്യമില്ല എന്നിട്ട് പോയാൽ പോരെന്ന് വളരെ മാന്യമായിട്ടാണ് ആദില നൂറ തോന്നുന്നുണ്ട്. വളരെ മാന്യമായിട്ടാണ് അതിനോട് ഇരുന്ന് ചോദിച്ചിട്ടുള്ളത്. അതിൽ പറഞ്ഞതെന്ന് വെച്ചാൽ ഞാൻ അങ്ങനെ പറഞ്ഞു പോകുന്നു, ഞാൻ എല്ലാത്തിനും മറുപടി കൊടുക്കുന്നു പറഞ്ഞ വർത്താൻ എന്താ അറിയാം. 5-ാം തീയതി കൊല്ലം സുധിയുടെ പരിപാടിക്ക് വന്ന വ്യക്തി വീട്ടിൻ്റെ ഉള്ളിൽ കയറി വന്നിരുന്ന അതിന് അയാൾക്ക് നനഞ്ഞു എന്ന്. അതായത് ഒരു വീട്ടിൻ്റെ ഉള്ളിൽ ഫുൾ ചോർന്നൊലിക്കുകയാണെന്നുള്ള വർത്താനം വീണ്ടും രേണു സുധി ഇത്രയും നന്ദി കെട്ട വർത്താനമാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് പിന്നെ ചോദിച്ച ചോദ്യം എങ്ങനെ ഉണ്ടായത്, ഏതോ ഒരു വ്യക്തി മീഡിയക്കാരൻ വീട്ടിനുള്ളിൽ വന്നപ്പോൾ അയാൾക്ക് മേലും നനഞ്ഞു അത്രേ. ഒരാളുടെ മഴ പെയ്തിട്ട് വീട്ടിൻ്റെ ഉള്ളിലുള്ള വ്യക്തിനെ മഴ പെയ്തിട്ട് നനയണമെന്നുണ്ടെങ്കിൽ എത്രത്തോളം പൊട്ട കൺസ്ട്രക്ഷൻ, എത്രത്തോളം പൊട്ട വീട്ട്, എത്രത്തോളം ചോർന്നൊലിക്കുന്ന ഒരു വീട്ടിലാണ് അവർ താമസിക്കുന്നത്. അങ്ങനത്തെ ഒരു വീടാണത്. ഇതൊക്കെ മലയാളികൾ കണ്ട് മനസ്സിലാക്കേണ്ടത്. നിങ്ങൾ കുറച്ച് PR കാശ് വാങ്ങിയിട്ട് അതിൻ്റെ കൂലിവേല ചെയ്യുന്ന ഒരു ഗതിയും പരഗതി ഇല്ലാത്ത കുറേ എണ്ണങ്ങൾക്ക് മാത്രമേ മനസ്സിലാവുള്ളൂ. ഇങ്ങനെ തന്നെ ഞാൻ പറയും. കാരണം ഞാൻ കമൻറ്റുകൾക്ക് മറുപടി കൊടുക്കാൻ സമയമില്ലാത്തതുകൊണ്ടാണ്. 1-2 വോയിസും കൂടി കേൾപ്പിക്കാം. വളരെ കൃത്യമായിട്ടാണ് ഇതിനുള്ള ആൾക്കാർ കുട്ടികൾ സംസാരിക്കുന്നത്. രേണു സുധിനെ കട്ടയും മുടങ്ങുന്നുള്ള 100% ഷുവറാണ്. കള്ളത്തരവും നുണയും നന്ദികേടും അതിൻ്റെ കൂടെ വിക്ടിം കാർഡും കൂടിയിട്ട്, അതായത് വിധവ, അതൊക്കെ പോരാത്തതിന് ഇപ്പോൾ ബോഡി ഷെയ്മിംഗ് ഒക്കെ എന്ന് ചെയ്തതാ. അപ്പോൾ അതൊക്കെയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. കറക്റ്റ്, അടിപൊളി. ഇത് ആരാ പറഞ്ഞെന്നുള്ളത് ഞാൻ മറന്നുപോയിട്ട് അതിലെന്ന് പറയുന്നത്. നിങ്ങൾ ആരാ പറഞ്ഞെന്നുള്ള കമൻറ്റ് ചെയ്യൂ. വളരെ ക്ലിയർ ആയിട്ട് ചേച്ചി തന്നെ എക്സ്പോസ് ചെയ്യുന്ന ഒരൊറ്റ കാര്യം കൊണ്ടാണ് ആൾക്കാരും തിരിച്ചിതാക്കുന്നതെന്ന്.
ആരെങ്കിലും ഇങ്ങനെ അതിൻ്റെ മുഖത്ത് നോക്കി പറയണമെന്നുണ്ട്. മീഡിയ ചോദിക്കുന്നത് ചോദിക്കും, അത് റിജക്റ്റ് ചെയ്യാനുള്ള അവകാശം നിങ്ങൾക്കുണ്ട്. ഇതൊരു സ്ഥലത്തും റിജക്റ്റ് ചെയ്തിട്ടില്ല. കാരണം രേണു സുധിക്ക് ബിഗ് ബോസിൽ കയറിയിട്ട് അതിൻ്റെ ഉള്ളിൽ ഞെളിഞ്ഞിരിക്കണം എന്നുണ്ടെങ്കിൽ ഇതുപോലുള്ള പരിപാടികൾ നടത്തിയാൽ മാത്രമേ പറ്റുള്ളൂ. ഇങ്ങനെ തന്നെ പറയും. മീഡിയനോട് ചേച്ചി ഏതെങ്കിലും ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾ ഇന്നത് ചോദിക്കാൻ എനിക്ക് അതിനെപ്പറ്റി പറയാൻ താല്പര്യം പറഞ്ഞിട്ടുണ്ടോ? പറഞ്ഞിട്ടില്ല. അവര് ചോദിക്കുന്ന ഉത്തരം ഞാൻ പറയും. ഉറപ്പാ? പിന്നെ ചോദിക്കാമോ? അവർ ചോദിക്കുന്നതിന് ഉത്തരം ഞാൻ പറയും. കാരണം എന്ന് വെച്ചാൽ എനിക്ക് വേണ്ടത് കോൺട്രവേഴ്സിയാണ്. എനിക്ക് ബിഗ് ബോസ് ഹൗസിനുള്ളിൽ കയറി പറ്റിയാണ് വേണ്ടത്. ഞാൻ പറഞ്ഞിട്ടില്ല. പുറത്തുള്ള കാര്യം പറയാമോ? എനിക്കറിയില്ല. അല്ല എന്റെ കാര്യമല്ലേ, എന്റെ കാര്യം ഞാൻ പറയാം. ഞാൻ ചോദിക്കട്ടെ? പുറത്തുള്ള കാര്യം പറയാമെന്ന് വെച്ചപ്പോൾ എൻ്റെ കാര്യമില്ല, എൻ്റെ കാര്യം ഞാൻ പറയാം. എൻ്റെ കാര്യം ഇങ്ങനത്തെ കാര്യങ്ങൾ പറഞ്ഞാൽ മാത്രമേ രേണു സുധിക്ക് അതിൻ്റെ ഉള്ളിൽ ഒരു കോണ്ടന്റ് ഉണ്ടാക്കി പിടിച്ചേക്കാൻ പറ്റുള്ളൂ. കയറുന്ന സമയത്ത് ഇനിയിപ്പോൾ അടുത്ത് സുധിച്ചേട്ടൻ്റെ സാധനം കൂടി വരാനുണ്ട്, അതും കൂടി വരണ്ടു. ആസ് എ പേഴ്സൺ എൻ്റെ ഞാൻ ചോദിക്കാം. വീടിന്റെ കാര്യം ഒരാള് ഇപ്പൊ ഞാൻ പുറത്തുനിന്ന് ഞാനിപ്പോ വീട്ടിൽ നിന്ന് പുതിയ ചേച്ചിയുടെ വീട് നിൽക്കുന്നത്. അപ്പൊ ഞാൻ വന്നോണ്ട് ചേച്ചി വീട്ടിൽ ചോർച്ചയുണ്ടോ? ഓക്കെ, ആ ആള് വീട്ടിൽ 5-ാം തീയതി വന്നായിരുന്നു. അന്ന് പുള്ളിയുടെ ദേഹം നനഞ്ഞായിരുന്നു. അതുകൊണ്ടാണ് അദ്ദേഹം അത് പറഞ്ഞത്. എങ്ങനെയുണ്ട്? ആ ചോദിച്ച വ്യക്തി അന്ന് വീട്ടിൻ്റെ ഉള്ളിൽ വന്നിരുന്നു. അന്ന് അദ്ദേഹത്തിൻ്റെ ദേഹം നനഞ്ഞിരുന്നു പറഞ്ഞാൽ എത്രത്തോളം പൊട്ട വീടാണ് അവിടെ ഉണ്ടാക്കിയിട്ടുള്ളത്. അന്ന് ഇത്രയും വളരെ മോശമായിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ്. ഈ വീണ്ടും നന്ദികേട് ഡബിൾ ട്രിപ്പിളായിട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇത്ര അധികം ആൾക്കാർ കാണുന്ന ഒരു ഷോൻ്റെ ഉള്ളിൽ കയറി ചെന്നിട്ട് ഇങ്ങനൊരു സ്റ്റേറ്റ്മെൻറ്റ്. ഞാനിപ്പോൾ ഒരു വീട്ടിനുള്ളിൽ കയറി ചെല്ലുമ്പോൾ എൻ്റെ ദേഹം നനയുന്ന സിറ്റുവേഷൻ പറഞ്ഞു കഴിഞ്ഞാൽ എത്രത്തോളം മോശമാണ് അതിൻ്റെ കൺസ്ട്രക്ഷൻ. അയ്യേ, പറഞ്ഞിട്ടുണ്ടോ? ഇതുകൊണ്ടാണ് അയാൾ ചോദിച്ചത്. അല്ലാതെ ഞാൻ പറഞ്ഞു എന്നോട് പറഞ്ഞെന്നറിയോ? ഞാൻ കാരണം ഞാൻ അന്ന് അങ്ങനെ വന്നു. എനിക്ക് ഞാൻ ചേച്ചി ചേട്ടത് എങ്ങനെ അറിഞ്ഞു? ഞാൻ വീട്ടിൽ 5-ാം തീയതി വന്നപ്പോ എന്റെ ദേഹത്ത് വെള്ളം വീണുകൊണ്ടല്ല ഞാൻ പറഞ്ഞു. എന്തൊക്കെയാണ് ഭഗവാനെ പറയുന്നത്? എന്നിട്ട് അതിന് ശേഷം ഈ മീഡിയക്കാരൻ ചോദിച്ചു എന്ന്, ചേട്ടൻ എങ്ങനെ അറിഞ്ഞു എന്നുള്ള മീഡിയക്കാരോട് ചോദിച്ചു പറയും, ഞാനന്ന് വീട്ടിൽ വെള്ളം വീണുകൊണ്ടല്ലേ ഞാൻ ചോദിച്ചതെന്ന്. ഇതൊക്കെ വിശ്വസിക്കണം എന്നുണ്ടെങ്കിൽ ഉണ്ടല്ലോ, കാശ് വാങ്ങിയവർക്ക് വിശ്വസിക്കാം, PR ആർക്ക് പിന്നെ എന്തും വിശ്വസിക്കാലോ. അവർക്ക് കിട്ടുന്നുണ്ട്. ചേച്ചിനോട് സഹതാപം ഉണ്ടെങ്കിൽ ചേച്ചിനെ നല്ല പിന്നെ എന്തിനാ ഇതൊക്കെ അവിടെ കൊണ്ടുവന്ന് ഇറക്കുന്നത്? എനിക്ക് സിമ്പതി ഒന്നും ആരതും വേണ്ടാന്ന്. എനിക്ക് ആരുടെയും സിമ്പതി വേണ്ട. പക്ഷെ എന്നെ നിങ്ങൾ ദ്രോഹിക്കരുത് എന്നൊക്കെ പറഞ്ഞു വരുന്നുണ്ടല്ലോ. ഈ കൊല്ലലും പീഡിപ്പിക്കലും മോഷ്ടിക്കലും മാത്രമൊന്നുമല്ല ഇവിടെ ഒരു അപരാധമല്ല ഒരു ഇതായിട്ട് കണക്കാക്കുന്നത്. നന്ദി കേട് എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട്. ചേച്ചി ഈ വീട് ഉണ്ടാക്കി തന്ന ആൾക്കാർക്ക് പറഞ്ഞായിരുന്നോ? നമുക്കൊരാൾ വീടുണ്ടാക്കി തരുമ്പോ പക്ഷെ നമുക്കൊരു വീട് ഉണ്ടാക്കാന്ന് പറയുന്നത് അത്ര വലിയ നമുക്ക് സ്വന്തമായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. നമുക്കൊരാള് വീടുണ്ടാക്കി തരുമ്പോ നമ്മൾ അവരുടെ റെസ്പെക്ട് ചെയ്ത് നിൽക്കുകയാണ്. പക്ഷെ അത് പബ്ലിക്കിനോട് ഇങ്ങനെ ചോരുന്നു, അത് ചെയ്യുന്നു. ഞാൻ അങ്ങോട്ട് കയറിയൊന്നും പറഞ്ഞിട്ടില്ല. പിന്നെ ആരാ പറഞ്ഞു? ചോദിക്കുമ്പോ പറയാൻ പാടില്ലായിരുന്നു. പറയാൻ പാടില്ല. എന്തെങ്കിലും അവരുടെ പറയണ്ടേ? അത് കഴിഞ്ഞ വിഷയം ഞാൻ അവരുടെ താങ്ക്സ് പറഞ്ഞു. യെസ്, ഉത്തരം മുട്ടി. കഴിഞ്ഞ വിഷയമാണ് ഞാൻ അവരുടെ അടുത്ത് താങ്ക്സ് പറഞ്ഞു. ഒരു രീതിയിലുള്ള നന്ദികേടും കാണിച്ചിട്ടില്ല എന്നുള്ളതാണ് ഇപ്പോൾ രേണു സുധിയെ വിളിച്ചെന്ന് പറയുന്നത്. എന്താ കഥ? ഇതുപോലെ പച്ചയ്ക്ക് നുണ പറയാൻ രേണു സുധിയെ കഴിഞ്ഞിട്ടേ ഉള്ളൂ. ഇത് PR കുട്ടികളോടുള്ള ഒരു വർത്തമാനം കൂടി പറയട്ടെ. ഇതിങ്ങനെയാണ്, ഈ ചാനൽ ഇങ്ങനെയാണ്. നമ്മൾ ഇഷ്ടമുള്ള കാര്യങ്ങൾ പറയും. സപ്പോർട്ട് ചെയ്യേണ്ട സിറ്റുവേഷൻ കണ്ടാൽ സപ്പോർട്ട് ചെയ്യും, എതിർക്കേണ്ടത് കണ്ടാൽ എതിർക്കും. അത് പിന്നെ രേണു സുധി ആയാലും ശരി, ഏത് മനുഷ്യനായാലും ശരി. മനസ്സിലായോ? ഈ ഒറ്റ 1-2 കാര്യങ്ങൾ കമൻറ്റുകൾക്കുള്ള മറുപടിയായിട്ട് മാത്രം മനസ്സിലാക്കുക. ഇത്രയും കാലം ഇല്ലാത്ത നിങ്ങളൊക്കെ എവിടുന്നാ പൊട്ടി മുളച്ച് വന്നതെന്നുള്ളത് ഏകദേശം നമുക്ക് മനസ്സിലായിട്ടുണ്ട് കേട്ടോ. ടേക്ക് കെയർ ആൻഡ് ഗോഡ് ബ്ലെസ്. അടുത്തൊരു വീഡിയോയിൽ കാണാം. ബൈ.